ഹായ്, നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത് എൻ്റെ പുതിയ കാസിയോ F91W കുറിച്ചാണ്. ഞാൻ ഇത് ആദ്യമായിട്ട് കാണുന്നത് യൂട്യൂബ് വീഡിയോസിലൊക്കെ ബില്ലാദിൻ്റെ ഗെയിമിലുണ്ട്, അതേപോലെ ഒബാമേൻ്റെ ഗെയിമിലുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് പല പല വീഡിയോസ് നമുക്ക് വരും. അപ്പോൾ അതിലൊക്കെയാണ് ഞാൻ ഈ വാച്ച് ആദ്യമായിട്ട് കാണുന്നത്. അപ്പോൾ അതിൽ എൻ്റെ മനസ്സിലുള്ളൊരു സംശയമായിരുന്നു, എൻ്റെ കൈമിൽ ഇത് സ്യൂട്ടാവോ ഇല്ലയോ, കാരണം എൻ്റെ കുറച്ചും കൂടെ ചെറിയ റിസ്റ്റാണ്. അപ്പോൾ ഞാൻ പൊതുവേ എൻ്റെ ഒരു കയ്യിൽ കുറച്ചും കൂടെ വലുതായിട്ട് നിൽക്കുന്ന വാച്ചുകളാണ് എനിക്കിഷ്ടം. പക്ഷേ എൻ്റെ ഇതിൽ സ്യൂട്ടാവോ ഇല്ലയോ എന്നും എനിക്കറിയില്ലായിരുന്നു. ഞാൻ പലരുടെയും കൈമിൽ കണ്ടിട്ടൊന്നുമല്ലാണ്ട് ഞാനിത് ഉപയോഗിച്ചിട്ടുമില്ല. അങ്ങനെയാണ് പിന്നെ ഞാൻ ഒരു ഇൻസ്റ്റാഗ്രാം ക്രിയേറ്റർ കൈമിൽ ഈ ഒരു F91W കാണുന്നത്. ഒരു ഫീമെയിൽ ക്രിയേറ്റർ ആയിരുന്നു. അപ്പോഴാണ് ഇതിൻ്റെ സിൽവറിൻ്റെ ഭംഗി ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം അപ്പോഴാണ് ഞാൻ വിചാരിക്കുന്നത് ഈ സിൽവർ എടുക്കുകയാണെങ്കിൽ സിൽവർ എടുക്കണം, ബ്ലാക്കിനെക്കാട്ടും ഒന്നും വളരെ രസമാണെന്നുള്ളൊരു ഇത്. അങ്ങനെയാണ് ഞാൻ സിൽവർ വാങ്ങുന്നത്. സിൽവർ ഇത് എനിക്ക് ഈ വാച്ചിനെ കുറിച്ച് വലിയൊരു എന്താ പറയുക, ഇതിൻ്റെ ടെക്നിക്കൽ സൈഡ് എനിക്ക് അറിയില്ല. കാരണം എത്ര മില്ലിമീറ്റർ അതെന്നുള്ള എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല. പക്ഷേ എൻ്റെ കൈക്ക് ഇത് പെർഫെക്റ്റാണ്. എൻ്റെ ബേസിക് ഫങ്ഷൻസ് കാര്യങ്ങൾ ഒക്കെ നടക്കുന്നുണ്ട്. കാരണം ടൈം ആക്യുറേറ്റ് ആണ്, നല്ലൊരു ടൈം ഇവിടെ ഡേ കാണുന്നുണ്ട്, അതേപോലെ സെക്കൻഡ്സ് ഇവിടെ കാണാം. പിന്നെ നമ്മുടെ ഡേറ്റും PM ആണോ AM ആണോ എന്നുള്ള കാര്യം കാണാം. പിന്നെ ഹവറിൽ നമുക്കൊരു ബീപ്പ് കിട്ടും, അതായത് ഓരോ ഹവർ കഴിയുന്ന സമയത്തും ഒരു ബീപ്പ് കിട്ടും. അപ്പം നമ്മളൊക്കെ കിടക്കുന്ന സമയത്ത് ഇത് ബീപ്പ് കാണുമ്പോൾ പറയാം നമുക്ക് ഒരു ഹവർ കഴിഞ്ഞു എന്നുള്ള സാധനം നമുക്ക് കിട്ടും. അപ്പം അതെനിക്ക് നല്ലൊരു ഫീച്ചറായിട്ട് തോന്നി. പിന്നെ ഇത് വാട്ടർ റെസിസ്റ്റൻ്റ് ആണ്. ഇതിൻ്റെ മില്ലിമീറ്റർ എത്രയാണെന്നുള്ളത് എനിക്ക് കറക്റ്റ് അറിയില്ല. 50 ആണെന്ന് തോന്നുന്നു. 50 മില്ലിമീറ്റേഴ്സ് വാട്ടർ റെസിസ്റ്റൻസ് ആണെന്ന് തോന്നുന്നു. ബ്ലാക്കും നല്ല ഫേമസ് ആണ് കേട്ടോ. ബ്ലാക്ക് കൂടുതൽ ഞാൻ ആ പിക്ചറിൽ കണ്ടിട്ടുള്ള ഒബാമയുടെ പിക്ചറിലും ബില്ലാദിൻ്റെ ഗെയിമിലൊക്കെ പിക്ചറിൽ കണ്ടിട്ടുള്ള ബ്ലാക്കാണ്. പക്ഷേ എനിക്കിഷ്ടപ്പെട്ടത് സിൽവറാണ്. ഒന്നും പാടെ ഒരു പ്രീമിയം ലുക്ക് സിൽവറിനാണെന്നാണ് എൻ്റെ പേഴ്സണൽ ഒപ്പീനിയനാണ്. പക്ഷേ അത് എല്ലാവർക്കും എങ്ങനെയാണെന്ന് എനിക്ക് അറിയില്ല. പിന്നെ വാച്ചിൻ്റെ ബാക്കി ഫീച്ചേഴ്സ് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇതൊരു കംപ്ലീറ്റ്ലി പ്ലാസ്റ്റിക് മെറ്റീരിയലാണ്. അതായത് ഒരു പ്രീമിയം കാണുമ്പോൾ ഒരു പ്രീമിയം ഫീൽ ആണെന്നെങ്കിലും പക്ഷേ ഇതൊരു സ്ട്രാപ്പ് പ്ലാസ്റ്റിക് ആണ്. അതേപോലെ ഇതിൻ്റെ കേസും പ്ലാസ്റ്റിക് ആണ്. മൊത്തത്തിൽ പ്ലാസ്റ്റിക്കാണ് വരുന്നത്. സിമ്പിളായിട്ടുള്ള ഡിസൈനാണ്. കാരണം എൻ്റെ കൈമിലേക്കൊക്കെ എൻ്റെ കുറച്ചും കൂടെ ചെറിയ കൈയാണ്, അപ്പം അതിലേക്കൊക്കെ സ്യൂട്ടായിട്ട് നിൽക്കും. കൈമിലിട്ടിട്ട് ഞാൻ കാണിച്ചു തരാം. അപ്പം എനിക്ക് കുഴപ്പമായിട്ട് തോന്നുന്നില്ല. പിന്നെ കാസിയോയുടെ ഇവിടെ ഒരു ബ്രാൻഡിങ് കൊടുത്തിട്ടുണ്ട്. ഫുള്ള് ബ്ലാക്ക് അല്ല, ഒരു ആഷ് കളറിൽ ബ്ലാക്ക് ഡിജിറ്റ്സ് ആയിട്ടാണ് കാണുന്നത്. പിന്നെ ലൈറ്റ് അത്ര ഒരു നല്ലൊരു ക്ലിയർ ലൈറ്റ് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം ലൈറ്റ് നമ്മൾ കുറച്ച് ഇങ്ങനെയൊക്കെ പിടിച്ചു കഴിഞ്ഞാൽ ലൈറ്റ് കറക്റ്റ് മനസ്സിലാവും. പക്ഷേ ലൈറ്റിൻ്റെ ഒരു ആവശ്യമില്ല, അല്ലാണ്ട് തന്നെ നമുക്ക് കറക്റ്റ് കാര്യങ്ങളൊക്കെ മനസ്സിലാവും. പിന്നെ ബാക്കിൽ ബ്രാൻഡിങ് കൊടുത്തിട്ടുണ്ട്. സ്റ്റെയിൻലെസ് സ്റ്റീൽ ബാക്ക് കൊടുത്ത് വാട്ടർ റെസിസ്റ്റൻസ് എഴുതിയിട്ടുണ്ട്. പിന്നെ മെയ്ഡ് ഇൻ തായ്ലൻഡ് അതാണ് അവിടെ, അത് മൊത്തമാണ് എഴുതിയിട്ടുള്ളത്. അപ്പം അതാണ് കാസിയോ F91. ഇതിപ്പം വേറെ കളേഴ്സ് പറഞ്ഞാൽ മൊത്തത്തിൽ ബ്ലൂ കിട്ടുന്നുണ്ട്. ഇതിൻ്റെ ചെയിൻ മോഡലുണ്ട്, പിന്നെ ഈ സിൽവർ മോഡൽ, പിന്നെ ബ്ലാക്ക് ഉണ്ട് വേറെ. അതിനൊക്കെ എനിക്കിഷ്ടപ്പെട്ടത് ഈ ഒരു കളറാണ്, അതുകൊണ്ടാണ് ഞാനിതെടുത്തത്. ആമസോണിലല്ല, ഇതിൻ്റെ ട്രസ്റ്റഡ് സെല്ലേഴ്സിൽ ഇതിൻ്റെ റേറ്റ് വരുന്നത് 1300 അറൗണ്ടാണ്. അപ്പം ഓരോ സെല്ലേഴ്സിനനുസരിച്ചും അത് ഇങ്ങോട്ടൊക്കെ ചെറിയ വേരിയേഷൻ വരാമെന്നല്ലാണ്ട് ആ ഒരു പ്രൈസ് റേഞ്ചിന് ഇത് കിട്ടും. അപ്പം അതാണ് ഇതിൻ്റെ റിവ്യൂ. എല്ലാവരും വാങ്ങി നോക്കുക.